പാലക്കാടൻ കാറ്റിന് അന്നും ഒരു പ്രത്യേക കുളിർമയുണ്ടായിരുന്നു. ശ്രീനിലയം തറവാടിന്റെ മുന്നിലെ കൂറ്റൻ പടിപ്പുരയിലൂടെ അതിരാവിലെ തെന്നിത്തെറിച്ചു വരുന്ന കാറ്റ് ചെന്നു തട്ടുന്നത് വരാന്തയിൽ പൂക്കളം ഇട്ടുകൊണ്ടിരിക്കുന്ന മേഘ്നയുടെ മുഖത്താണ്. അവൾ പതുക്കെ നെറ്റിയിലെ വിയർപ്പ് തുള്ളികൾ തുടച്ച് മുന്നിലേക്ക് വീണ് കിടക്കുന്ന മുടിയിഴകൾ കാതിനപ്പുറത്തേക്ക് ഒതുക്കി വെച്ചു. നാടൻ ഭംഗി തുളുമ്പുന്ന ഒരു ഗ്രാമീണ കന്യകയായിരുന്നു മേഘ്ന. ഈർപ്പം തങ്ങി നിൽക്കുന്ന കാർമേഘം പോലുള്ള കറുത്ത നീളം മുടിയും നിഷ്കളങ്കതയും ഭംഗിയും തുളസിക്കതിരിന്റെ പരിശുദ്ധിയും നിറഞ്ഞ വലിയ കണ്ണുകളും അവൾക്കുണ്ടായിരുന്നു. പച്ചക്കരയുള്ള സെറ്റ് സാരി അണിഞ്ഞ് വട്ടമുഖത്ത് പുഞ്ചിരിയുമായി അവൾ പൂക്കൾ ഓരോന്നായി നിലത്ത് വെച്ച് പൂക്കളം ഒരുക്കുമ്പോൾ അവളിൽ പ്രകൃതിയുടെ തന്നെ ഐശ്വര്യം നിറഞ്ഞു തുളുമ്പി. ഡി മേഘ്നെ, രാവിലെ തന്നെ തുടങ്ങിയോ നിന്റെ ഈ പൂക്കളമിടൽ? ആ കാണിക്കുന്ന ശ്രദ്ധ സ്വന്തം കാര്യത്തിൽ കൂടി കാണിച്ചിരുന്നെങ്കിൽ നിനക്കൊരു നല്ല ജീവിതം എപ്പോഴേ കിട്ടിയേനെ. വരാന്തയിലെ ചാരുപടിയിലിരുന്ന് ചൂട് ചായ ഊതി കുടിച്ചുകൊണ്ട് അമ്മൂമ്മ സരസ്വതിയമ്മ പറഞ്ഞു. മേഘന പുഞ്ചിരിച്ചുകൊണ്ട് അമ്മൂമ്മയുടെ അടുത്തേക്ക് ചെന്നു. അമ്മൂമ്മേ, എനിക്കെന്താ ഇപ്പോൾ ഒരു കുറവ്? അച്ഛനും അമ്മയും അമ്മൂമ്മയും പിന്നെ എൻ്റെ കുഞ്ഞു പിള്ളേരും എനിക്ക് ഇത്രയും പോരെ? മതിയാവില്ലടി. അമ്മൂമ്മ ചായക്കപ്പ് താഴെ വെച്ചു. നിന്റെ ചേച്ചി മാളവികയ്ക്ക് അമേരിക്കയിൽ നിന്നുള്ള ആലോചന ഉറപ്പിച്ചു കഴിഞ്ഞു. അടുത്ത മാസം കല്യാണമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാരുടെ ചോദ്യം നിന്റെ നേരെ തിരിയും. ചെറിയ മകൾക്ക് എപ്പോഴാ കല്യാണമെന്ന്. മേഘന ഒന്ന് നടുവീർപ്പിട്ടു. വാസ്തവത്തിൽ അവൾക്ക് പ്രണയത്തോടോ വിവാഹത്തോടോ എതിർപ്പൊന്നുമില്ലായിരുന്നു. പക്ഷെ കട്ടായമായി പണം മാത്രം നോക്കി മനുഷ്യരെ അളക്കുന്ന ഈ ലോകത്ത് മനസ്സ് മനസ്സിലാക്കുന്ന ഒരാളെ കണ്ടെത്താൻ കഴിയുമോ എന്ന ഭയം അവൾക്കുണ്ടായിരുന്നു. അതേസമയം കൊച്ചിയിലെ പ്രമുഖ ബിസിനസ് സാമ്രാജ്യമായ വർമ്മ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് CEO ആദിത്യ വർമ്മയുടെ ആഡംബര വില്ലയിൽ അന്തരീക്ഷം വളരെ ഗൗരവമുള്ളതായിരുന്നു. കോൾഡ് കോഫി കപ്പിലേക്ക് പകരുമ്പോൾ ആദിത്യയുടെ അമ്മ മാധവി അമ്മ മകനെ സ്നേഹത്തോടെ നോക്കി. ആദി, നീ എത്ര കാലം ഇങ്ങനെ ബിസിനസ് എക്സ്പാൻഷൻ എന്നും പറഞ്ഞു നടക്കും? നിനക്കിപ്പോൾ വയസ്സ് 30 നിന്റെ കൂടെ പഠിച്ചവരൊക്കെ കുടുംബവും കുട്ടികളുമായി കഴിയുന്നു. അമ്മയ്ക്കൊരാഗ്രഹമുണ്ട്. എൻ്റെ ആദിക്ക് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തണം. ആദിത്യ താൻ വായിച്ചു കൊണ്ടിരുന്ന ലാപ്ടോപ്പിൽ നിന്നും കണ്ണുകൾ ഉയർത്തി. 6 അടിയോളം ഉയരവും ഉറച്ച ശരീരപ്രകൃതിയുമുള്ള ഗൗരവക്കാരനായ ബിസിനസ്സുകാരനായിരുന്നു ആദിത്യ വർമ്മ. ആഴത്തിലുള്ള തവിട്ട് നിറമുള്ള കണ്ണുകളും വാർത്തെടുത്ത പോലെയുള്ള താടിയും അവനൊരു രാജകീയ പ്രൗഢിയും ഗാംഭീര്യവും നൽകിയിരുന്നു. കാഴ്ചയിൽ കർക്കശക്കാരനാണെന്ന് തോന്നുമെങ്കിലും ഉള്ളിൽ സ്നേഹം കാത്തു സൂക്ഷിക്കുന്നവനായിരുന്നു അവൻ. അമ്മേ, ആദിത്യ ശാന്തനായി പറഞ്ഞു. എനിക്ക് പണവും സൗന്ദര്യവും ഉള്ള പെണ്ണുങ്ങളെ ആവശ്യമില്ല. എന്നേക്കാൾ എൻ്റെ പണത്തെ സ്നേഹിക്കുന്ന പ്രഹസനങ്ങൾ എനിക്ക് വേണ്ട. സത്യസന്ധമായ സ്നേഹം എന്താണെന്ന് അറിയുന്ന, എൻ്റെ കുടുംബത്തെ സ്വന്തം കുടുംബമായി കാണുന്ന ഒരു പെൺകുട്ടിയെ എന്ന് കാണുന്നോ അന്ന് ഞാൻ കല്യാണത്തിന് തയ്യാറാണ്. എന്നാൽ നിനക്ക് പറ്റിയ ഒരു സ്ഥലം ഞാൻ പറയാം. മാധവി അമ്മ ചിരിച്ചു. നമ്മുടെ പഴയ കുടുംബക്ഷേത്രമായ പാലക്കാട്ടെ ഭഗവതി ക്ഷേത്രത്തിൽ അടുത്ത ആഴ്ച ഉത്സവം തുടങ്ങുകയാണ്. നമ്മൾ എല്ലാവരും അവിടെ പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നിന്റെ മനസ്സിന് ശാന്തി തരുന്ന എന്തോ ഒന്ന് അവിടെ നിന്നെ കാത്തിരിക്കുന്നുണ്ടെന്ന്. ആദിത്യ ആദ്യം ഒന്നും അടിച്ചെങ്കിലും നഗരത്തിലെ തിരക്കുകളിൽ നിന്ന് കുറച്ചു ദിവസം മാറി നിൽക്കാമല്ലോ എന്ന് കരുതി സമ്മതിച്ചു. 2 ദിവസങ്ങൾക്ക് ശേഷം പാലക്കാട്ട് ഗ്രാമീണ അന്തരീക്ഷം ഉത്സവലഹരിയിലായിരുന്നു. മേഘന അവളുടെ കുട്ടികളുമായി ഭഗവതി ക്ഷേത്രത്തിലേക്ക് നടക്കുകയായിരുന്നു. തുളസിക്കതിരും ചാർത്തി നിൽക്കുന്ന അവൾ അവിടുത്തെ ഗ്രാമീണ ഭംഗിയോട് ചേർന്ന് നിന്നു. അതേസമയം തന്റെ കറുത്ത മെർസിഡീസ് ബെൻസ് കാറിൽ ആദിത്യയും ക്ഷേത്രത്തിലേക്ക് എത്തുകയായിരുന്നു. ഗ്രാമത്തിലെ വീതി കുറഞ്ഞ റോഡുകളിലൂടെ കാർ ഓടിക്കാൻ അവൻ അല്പം ബുദ്ധിമുട്ടി. പെട്ടെന്ന് വഴിയരികിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരു ചെറിയ കുട്ടി റോഡിലേക്ക് ഓടിക്കയറി. ദാ മുന്നിൽ കാറ് വരുന്നു. അർജു! മേഘനയുടെ ഉച്ചത്തിലുള്ള നിലവിളി കേട്ടതും ആദിത്യ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ടു. കാർ കുട്ടിക്ക് ഇഞ്ചുകൾക്ക് മാത്രം അകലെയായി നിന്നു. ആദിത്യ നെഞ്ചിൽ കൈവച്ച് ദേഷ്യത്തോടെ കാറിൽ നിന്നിറങ്ങി. ഹേയ്, ആർ യു ബ്ലൈൻഡ്? കുട്ടികളെ റോഡിലിറക്കുമ്പോൾ ശ്രദ്ധിക്കണ്ടേ? മേഘന ഓടി വന്ന ആ കുട്ടിയെ ചേർത്ത് പിടിച്ചു. അവൾ ഭയന്ന് വിറയ്ക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആദിത്യയുടെ ദേഷ്യം കണ്ട അവളുടെ ഉള്ളിലെ ഭയം ദേഷ്യത്തിന് വഴിമാറി. അവൾ ആദിത്യന്റെ നേരെ തിരിഞ്ഞു. അവളിൽ നിന്ന് കണ്ണെടുക്കാൻ ആദിത്യക്ക് കഴിഞ്ഞില്ല. കണ്ണുകളിൽ കണ്ണുനീർ തങ്ങി നിൽക്കുന്നുണ്ടെങ്കിലും തിളങ്ങുന്ന കണ്ണുകൾ, വിയർപ്പ് തുള്ളികൾ പടർന്നു നെറ്റി. തനിക്ക് കുറച്ചുകൂടി പതിയെ വണ്ടി ഓടിച്ചൂടെ സാറേ? മേഘന ശബ്ദമുയർത്തി. ഇത് നഗരത്തിലെ ഹൈവേ അല്ല. കുട്ടികളും പ്രായമായവരും നടക്കുന്ന ഗ്രാമത്തിലെ വഴിയാണ്. ഇത്രയും വേഗത്തിൽ വണ്ടി ഓടിച്ചിട്ട് ആളുകളോട് ചൂടാവുന്നോ? വാട്ട്? ആദിത്യ അത്ഭുതപ്പെട്ടു. കുട്ടി പെട്ടെന്ന് കുറുകെ ചാടിയതാണ്. അതാണ് ഞാൻ ബ്രേക്ക് ഇട്ടത്. താൻ ആ കുട്ടിയുടെ ഗാർഡിയൻ ആണെങ്കിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കാമായിരുന്നു. ഞാൻ ഈ കുട്ടിയുടെ ടീച്ചറാണ്. എൻ്റെ കുട്ടികളെ എങ്ങനെ നോക്കണമെന്ന് എന്നെ ആരും പഠിപ്പിക്കേണ്ട. ഇവിടുത്തെ ഡ്രൈവിംഗ് റൂൾസ് ആദ്യം പഠിക്കു സാറേ. മേഘന കുട്ടിയുടെ കൈ പിടിച്ച് ആദിത്യയെ രൂക്ഷമായി ഒന്നുകൂടെ നോക്കി നടന്നുപോയി. ആദിത്യ അവിടെ തന്നെ തറഞ്ഞു നിന്നു. ഇന്നുവരെ അവനോട് ആരും ഇത്രയും ധൈര്യത്തോടെയും ശബ്ദമുയർത്തിയും സംസാരിച്ചിട്ടില്ല. അവൻ സാധാരണയായി ബിസിനസ് ലോകത്ത് കൽപ്പനകൾ മാത്രം കൊടുക്കുന്നയാളാണ്. പക്ഷെ ഈ ഗ്രാമീണ പെൺകുട്ടിയുടെ കണ്ണുകളിലെ തീപ്പൊരി അവന്റെ ഉള്ളിൽ എന്തോ ഒരു ചലനമുണ്ടാക്കി. അന്ന് വൈകുന്നേരം മേഘന വീട്ടിലെത്തി അമ്മയോടും അമ്മൂമ്മയോടും രാവിലത്തെ സംഭവത്തെക്കുറിച്ച് ദേഷ്യത്തോടെ പറയുകയായിരുന്നു. അമ്മേ, ഇന്ന് രാവിലെ ഒരു വലിയ കാറുകാരൻ വന്ന് എന്നോട് ചൂടായി. പണത്തിന്റെ തിളപ്പാണ് മൂപ്പർക്ക്.
അപ്പോഴാണ് ശ്രീനിലയത്തിന്റെ പടിപ്പുര കടന്ന് ഒരു കാർ വന്നു നിന്നത്. മേഘന ജനലിലൂടെ പുറത്തേക്ക് നോക്കി അവളുടെ കണ്ണുകൾ തള്ളിപ്പോയി. രാവിലെ കണ്ട ആദ്യ കറുത്ത ബെൻസ് കാർ. അതിൽ നിന്ന് ഇറങ്ങി വരുന്നത് സാക്ഷാൽ ആദിത്യവർമ്മ. അയ്യോ, ഇയാൾ ഇതെങ്ങനെ ഇവിടെ എത്തി? എന്നോട് വഴക്കിടാൻ വീട് വരെ വന്നതാണോ? മേഘന ഭയത്തോടെ ഓർത്തു. പക്ഷെ കാറിൽ നിന്ന് മാധവി അമ്മയും ഇറങ്ങി വന്നു. മേഘനയുടെ അച്ഛൻ കേശവമേനോൻ വരാന്തയിലേക്ക് ഓടി വന്ന് അവരെ സ്വീകരിച്ചു. വാ മാധവി, വാ ആദിത്യ, എത്ര നാളായി കണ്ടിട്ട്. മേഘന ഞെട്ടിപ്പോയി. ഈ അഹങ്കാരിയായ പണക്കാരൻ തന്റെ അച്ഛന്റെ പഴയ സുഹൃത്തിന്റെ മകനാണോ? അകത്തേക്ക് കയറി വന്ന ആദിത്യയുടെ കണ്ണുകൾ നേരെ ചെന്ന് തട്ടിയത് പേടിയോടെ തൂണിന് മറവി നിൽക്കുന്ന മേഘനയുടെ മേലാണ്. അവന്റെ ഗൗരവമുള്ള മുഖത്ത് ഒരു ചെറിയ കള്ളച്ചിരി വിടർന്നു. കേശവമേനോൻ വിളിച്ചു, മേഘനെ മോളെ ഇങ്ങോട്ട് വന്നേ. ഇത് നമ്മുടെ മാധവി അമ്മയും മകൻ ആദിത്യയും. മേഘന വിറയ്ക്കുന്ന കാലുകളോടെ മുന്നിലേക്ക് വന്നു. ആദിത്യ അവളെ നോക്കി നെറ്റിച്ചുളിച്ചു. പിന്നീട് പതുക്കെ ചോദിച്ചു, അപ്പോൾ എന്റെ ഡ്രൈവിംഗ് ക്ലാസ് എടുക്കാൻ നിന്ന മാഡം ഇതാണല്ലേ? അമ്മുമ്മയും അച്ഛനും അത്ഭുതത്തോടെ രണ്ടുപേരെയും നോക്കി. വരാന്തയിലെ കൂറ്റൻ തൂണിന് മറവിൽ നിൽക്കുമ്പോൾ അവളുടെ നെഞ്ച് പടപടാ ഇടിക്കുകയായിരുന്നു. ചോക്ലേറ്റ് നിറമുള്ള കാഷ്വൽ ഷർട്ടും റോൾ ചെയ്തു വെച്ച കൈയും കൈപ്പത്തിയിലെ ബ്രാൻഡഡ് വാച്ചുമായി മുന്നിൽ നിൽക്കുന്ന ഈ ആദിത്യവർമ്മയാണോ പണ്ട് മൂക്കിലൊലിപ്പുമായി തന്റെ കൂടെ കശുവണ്ടി പെറുക്കാൻ നടന്നിരുന്ന ആ ആദി? മേഘനയുടെ വിറയ്ക്കുന്ന നിൽപ്പ് കണ്ടപ്പോൾ ആദിത്യന്റെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി വിരിഞ്ഞു. അവൻ പതുക്കെ മുന്നോട്ട് നടന്ന് കേശവമേനോനോടായി പറഞ്ഞു, കേശവമാമേ, ഇത്രയും വലിയ ഡ്രൈവിംഗ് സ്കൂൾ ടീച്ചർ നിങ്ങളുടെ വീട്ടിലുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. രാവിലെ എന്നെ റോഡിൽ വെച്ച് നിർത്തി പൊരിച്ചു കളഞ്ഞു. അയ്യോ, അതെന്താ ആദിത്യ നീ ഈ പറയുന്നേ? കേശവമേനോൻ അത്ഭുതത്തോടെ മേഘനയെ നോക്കി. മേഘന, നീ എന്താടി രാവിലെ ഉണ്ടാക്കി വെച്ചേ? അത് അച്ഛാ, അത് പിന്നെ. മേഘന വാക്കുകൾ കിട്ടാതെ തപ്പിത്തടഞ്ഞു. ഏയ് സാരമില്ല കേശവമാമ, ആദിത്യ ഒരു ചിരിയോടെ പറഞ്ഞു. പണ്ടും ഇവൾക്ക് കാര്യങ്ങളൊന്നും അറിയാതെ ചാടിക്കയറി വഴക്കുണ്ടാക്കാൻ ഒരു പ്രത്യേക കഴിവായിരുന്നല്ലോ. ചെറുപ്പത്തിൽ കളിക്കുമ്പോൾ എൻ്റെ മാങ്ങയും അമ്പഴങ്ങയും പിടിച്ചു വെച്ചിട്ട് എൻ്റെ മേൽ കുറ്റം ആരോപിക്കുന്ന അതേ രീതി തന്നെ. ആ വാക്ക് കേട്ടതും മേഘനയുടെ കണ്ണുകൾ വലുതായി. ആദി, നീ നീ എന്നെ തിരിച്ചറിഞ്ഞോ? അവൾ അറിയാതെ ചോദിച്ചു പോയി. മാധവി അമ്മ വന്ന് മേഘനയുടെ കൈകളിൽ പിടിച്ച് സ്നേഹത്തോടെ ചേർത്തണച്ചു. പിന്നെ തിരിച്ചറിയാതിരിക്കുമോ മോളെ? 20 കൊല്ലം മുമ്പ് ഈ തറവാട്ടുമുറ്റത്ത് നീയും ഇവനും കൂടി കാണിച്ചു കൂട്ടിയ കുസൃതികൾ മാമനും മാമിക്കും മറക്കാൻ പറ്റുമോ? അതേ ഓർമ്മയിൽ ആദിത്യ മേഘനയെ ഒന്ന് രൂക്ഷമായി എന്നാൽ കൗതുകത്തോടെ നോക്കി. 10 വയസ്സുവരെ ഇതേ ശ്രീനിലയത്തിന്റെ മുറ്റത്തായിരുന്നു ആദിത്യന്റെയും ബാല്യം. അന്ന് തൃശ്ശൂരിലെ വലിയ ബിസിനസ്സുകാരാവുന്നതിന് മുൻപ് ആദിത്യന്റെ അച്ഛൻ ശേഖരവർമ്മയും കേശവമേനോനും ജീവന തുല്യരായ കൂട്ടുകാരായിരുന്നു. ആദിത്യന്റെ അമ്മ മാധവി അമ്മയ്ക്ക് ഈ ഗ്രാമവും ഈ തറവാടും സ്വന്തം വീട് പോലായിരുന്നു. പക്ഷെ ശേഖരവർമ്മയ്ക്ക് നഗരത്തിൽ ബിസിനസ് പച്ച പിടിച്ചതോടെ അവർ കൊച്ചിയിലേക്ക് വണ്ടി കയറി. അന്ന് പിരിയുമ്പോൾ 9 വയസ്സുകാരി മേഘന കരഞ്ഞു വിളിച്ച് ആദിത്യന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ബാൻഡ് ഊരി വാങ്ങിയതും അവൻ പകരം അവളുടെ തലയിലെ പൂവ് തിരികെ വാങ്ങി പോക്കറ്റിൽ വെച്ചതുമൊക്കെ ഒരു സിനിമ സീൻ പോലെ മേഘനയുടെ മനസ്സിലൂടെ മിന്നിമറിഞ്ഞു. അന്ന് കൊച്ചിയിലേക്ക് പോവുമ്പോൾ മാധവി അമ്മ ഓർമ്മയിലേക്ക് ഊളിയിട്ടു. ഇവൻ 8 വയസ്സേ ഉള്ളൂ. കാറിൽ കയറിയിരുന്ന ഇവൻ മേഘനയുടെ കൈ പിടിച്ച് കരച്ചിലോട് കരച്ചിൽ. ഞാൻ പോവില്ല, എനിക്ക് മേഘനയുടെ കൂടെ ആ അമ്പലക്കുളത്തിൽ മീൻ പിടിക്കണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചതിന് ശേഖരേട്ടൻ ഇവന് 2 പൊട്ടീര് കൊടുത്തതാ. അമ്മേ പ്ലീസ്, അതൊക്കെ പണ്ട്. ആദിത്യ അല്പം നാണത്തോടെ മുഖം തിരിച്ചു. മേഘനയ്ക്ക് അപ്പോൾ ചിരി അടക്കാൻ കഴിഞ്ഞില്ല. അവൾ പതുക്കെ വായു പൊത്തി ചിരിച്ചു. അത് കണ്ടതും ആദിത്യ അവളുടെ നേരെ തിരിഞ്ഞു. നീ ഇപ്പോൾ എന്തിനാ ചിരിക്കുന്നേ? അന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ വലിയ റബ്ബർ പന്ത് അമ്പലക്കുളത്തിലേക്ക് എറിഞ്ഞു കളഞ്ഞിട്ട് മീനിന് തിന്നാൻ കൊടുത്തതാ എന്ന് പറഞ്ഞ് നട്ടപ്പാതിരയ്ക്ക് എന്നെ കരയിപ്പിച്ചത് ആരാടി കുറുമ്പി? സംസാരം മുറുകുന്നതിനിടയിലാണ് അടുക്കളയിൽ നിന്ന് വറച്ചട്ടിയിലേക്ക് കടുക് പൊട്ടുന്ന ശബ്ദത്തോടെ മേഘനയുടെ അമ്മ ഭാരതി അമ്മ കടന്നു വന്നത്. കയ്യിലെ തുണിയിൽ കൈ തുടച്ചുകൊണ്ട് പറഞ്ഞു, അയ്യോ മാധവിയെടുത്ത് എപ്പോൾ എത്തി? ഞാൻ അടുക്കളയിൽ അടപ്രഥമന്റെ പാൽ തിളപ്പിക്കുകയായിരുന്നു. അപ്പോഴാണ് മേഘനയുടെ ചേച്ചി മാളവിക അണിയറയിൽ നിന്ന് ഇറങ്ങി വന്നത്. നല്ല മേക്കപ്പും ലേറ്റസ്റ്റ് ഡിസൈൻ ചുരിദാറും ഒക്കെ ഇട്ട് കണ്ണാടിയുടെ മുന്നിൽ മണിക്കൂറുകൾ ചെലവഴിച്ച ശേഷമാണ് അവളുടെ വരവ്. മേഘനയോട് ചേച്ചിക്ക് പണ്ടേ വലിയ സ്നേഹമൊന്നുമില്ല. എപ്പോഴും അവളേക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കണമെന്ന ശാഠ്യമായിരുന്നു മാളവിക. ഹായ് ആദിത്യ, കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ. ഹൗ ആർ യു എന്ന് വളരെ കൃത്രിമമായ ഇംഗ്ലീഷിൽ ചോദിച്ച് മാളവിക ആദിത്യന്റെ അടുത്തേക്ക് ചെന്നിരുന്നു. ആദിത്യ ഒരു ഫോർമൽ പുഞ്ചിരി നൽകി. സുഖമായിരിക്കുന്നു മാളവിക. ആദിത്യ ഇപ്പോൾ കൊച്ചിയിലെ വലിയ ബിസിനസ് മാഗ്നറ്റൊക്കെ ആയതുകൊണ്ട് ഈ ഗ്രാമത്തിലെ ആൾക്കാരെയൊക്കെ ഓർമ്മയുണ്ടാകുമോ എന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ അനിയത്തി കുട്ടിയെ. മാളവിക മേഘനയെ ഒരു കളിയാക്കലോടെ നോക്കി. ഇവൾക്ക് ഇപ്പോഴും കുട്ടിക്കളി മാറിയിട്ടില്ല ആദിത്യ. സ്കൂളിൽ പഠിപ്പിക്കാനും LKG പിള്ളേരുടെ കൂടെ സമയം കളയാനുമേ ഇവൾക്ക് അറിയൂ. ഇത്തിരി കൾച്ചറും ലേറ്റസ്റ്റ് ഫാഷനും ഒക്കെ അറിയേണ്ടേ ഒരു പെണ്ണായ? മാളവികയുടെ ഈ വാക്ക് കേട്ടപ്പോൾ മേഘനയുടെ തല താഴ്ന്നു. അവളുടെ ഉള്ളിൽ ആത്മാഭിമാനത്തിന് മുറിവേറ്റതുപോലെ തോന്നി. അവൻ വലിയ CEO, താനോ ഒരു സാധാരണ LKG അധ്യാപിക. ഈ അപകർഷതാബോധം കാരണം അവൾ കൂടുതൽ പിന്നിലോട്ട് വലിഞ്ഞു. പക്ഷെ ആദിത്യ മാളവികയുടെ വാചകമടികൾക്ക് അധികം പ്രാധാന്യം നൽകിയില്ല.
അവൻ മേഘനയെ തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. ലളിതമായ നാടൻ സാരിയിൽ യാതൊരു മേക്കപ്പും ഇല്ലാതെ നാടൻ ഭംഗിയോടെ തൂണിന് ചാരി നിൽക്കുന്ന മേഘനയിലായിരുന്നു അവന്റെ ശ്രദ്ധ മുഴുവൻ. ശ്രീനിലയത്തിന്റെ പടിപ്പുര കടന്നാൽ ഞാൻ പഴയ ആ വികൃതി ആദി തന്നെയാണ് അമ്മൂമ്മേ. കോടീശ്വരനൊക്കെ ഓഫീസിലാണ്. ആദിത്യ അമ്മൂമ്മയുടെ കാലിൽ തൊട്ടു തൊഴുതുകൊണ്ട് പറഞ്ഞു. എല്ലാവരും വരാന്തയിലിരുന്ന് സംസാരിക്കുമ്പോൾ അപകർഷതാബോധവും മാളവികയുടെ പരിഹാസവും കാരണം മേഘന പതുക്കെ അടുക്കളയിലേക്ക് വലിഞ്ഞു. അവൾ ചായക്കപ്പുകൾ കഴുകി വെക്കാൻ തുടങ്ങി. പെട്ടെന്ന് പുറകിൽ നിന്നൊരു ശബ്ദം കേട്ടു. എന്താടി, ആൾക്കാരെ കണ്ടപ്പോൾ മൈൻഡ് ചെയ്യാണ്ട് പോവുകയാണോ? മേഘന ഞെട്ടിത്തിരിഞ്ഞു. വാതിൽപ്പടിയിൽ ചാരി കൈകൾ നെഞ്ചിൽ പിണച്ചു വെച്ച് ആദിത്യ നിൽക്കുന്നു. അവന്റെ കണ്ണുകളിൽ പഴയ ആ വികൃതിയുടെ തിളക്കം. ഞാൻ എന്തിനാ മൈൻഡ് ചെയ്യാതിരിക്കുന്നേ? മേഘന അവനോട് അധികം മിണ്ടാൻ കൂട്ടാക്കാതെ തല താഴ്ത്തി പാത്രങ്ങൾ കഴുകുന്ന ഭാവത്തിൽ പറഞ്ഞു. സാറ് വലിയ ബിസിനസ്സുകാരനല്ലേ, ഞങ്ങളെപ്പോലുള്ള ഗ്രാമീണരോട് സംസാരിക്കാൻ സമയം കാണില്ലെന്ന് കരുതി. ആദിത്യ പതുക്കെ അവളുടെ അടുത്തേക്ക് നടന്നു വന്നു. അവന്റെ സാന്നിധ്യം മേഘനയുടെ നെഞ്ചെടുപ്പ് കൂട്ടി. അവൻ തൊട്ടടുത്ത് വന്നു നിന്നു. സാറോ? ആദിത്യ ശബ്ദം താഴ്ത്തി ചോദിച്ചു. രാവിലെ റോഡിൽ വെച്ച് സാറേ എന്ന് വിളിച്ച് കുതിര കയറിയപ്പോൾ ഈ ബഹുമാനമൊന്നും കണ്ടില്ലല്ലോ. അന്ന് എന്റെ കയ്യിൽ നിന്ന് കശുവണ്ടി പിടിച്ച് പറിച്ചപ്പോൾ ഇല്ലാത്ത നാണം ഇന്നെന്താ മേഘന നിനക്ക്? അതൊക്കെ കുട്ടിക്കാലം. ഇപ്പോൾ സാഹചര്യങ്ങളൊക്കെ മാറിയില്ലേ? താൻ കൊച്ചിയിലെ വലിയ കമ്പനി മുതലാളിയാണ് ഞാൻ. മേഘന മുഖം തിരിച്ചു. നീ ഇപ്പോഴും ആ പഴയ ലളിതമായ മേഘന തന്നെയാണ്, ആദ്യത്തെ ഇടയ്ക്ക് വെച്ച് പറഞ്ഞു. നീ മാറിയിട്ടില്ല. പക്ഷെ നീ എന്നെ മനഃപൂർവ്വം ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. പെട്ടെന്ന് ആദിത്യ അവളോട് വികൃതിത്തരം കാണിക്കാൻ തുടങ്ങി. അവൾ കഴുകി വെച്ച സ്റ്റീൽ ഗ്ലാസ് എടുത്ത് അവൻ വിരൽത്തുമ്പിലിട്ട് കറക്കി. മേഘന അത് വാങ്ങാൻ കൈ നീട്ടിയപ്പോൾ അവൻ അത് ഉയർത്തിപ്പിടിച്ച് അവളെ കളിയാക്കി. മേഘന ദേഷ്യത്തോടെ ചുണ്ടു കൂർപ്പിച്ച് നിന്നു. പണ്ട് നമ്മൾ ഒളിച്ചു കളിക്കുമ്പോൾ നീ ആ അട്ടിപ്പായയുടെ പുറകിൽ ഒളിച്ചിരിക്കും. ഞാൻ കണ്ടുപിടിച്ചാലും നീ പറയും ഞാൻ ഒളിച്ചതല്ല, വെറുതെ നിന്നതാണെന്ന്. ആ ചുണ്ടു കൂർപ്പിച്ച് നിൽക്കുന്ന സ്വഭാവം ഇപ്പോഴും മാറിയിട്ടില്ലല്ലേ? ആദിത്യ ചിരിയോടെ പറഞ്ഞു. മേഘനക്ക് ദേഷ്യവും ചിരിയും ഒരുമിച്ച് വന്നു. തനിക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലേ? എനിക്കെല്ലാം ഓർമ്മയുണ്ട് മേഘനെ. ആദിത്യന്റെ ശബ്ദം പെട്ടെന്ന് ഗൗരവമുള്ളതായി. അവൻ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു. നീ മറന്നാൽ എനിക്ക് ഒന്നും മറക്കാൻ കഴിയില്ല. ആ നിമിഷം അവരുടെ കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞു. അടുക്കളയിൽ ഒരു നിശബ്ദത പടർന്നു. വൈകുന്നേരമായപ്പോൾ തറവാടിനടുത്തുള്ള പുഴക്കടവിലേക്ക് പോകാൻ മേഘന ഒരുങ്ങി. ലളിതമായ ഒരു പച്ച സാരി ഉടുത്ത് മുടി പകുതി മെടഞ്ഞിട്ട് തുളസിക്കതിരും ചൂടി അവൾ ഇറങ്ങി. പടിപ്പുരയ്ക്കടുത്ത് നിൽക്കുകയായിരുന്ന ആദ്യത്തിന് അവളുടെ ആ വരവ് കണ്ട് ഒരു നിമിഷം കണ്ണെടുക്കാതെ നോക്കി നിന്നു. നഗരത്തിലെ ഒരു ആധുനിക പെൺകുട്ടിയിലും കാണാത്ത ഏതോ ഒരു വശ്യത അവളിൽ അവൻ കണ്ടു. മേഘന അവന്റെ നോട്ടം കണ്ട് അല്പം പരിഭ്രമത്തോടെ സാരിത്തുമ്പ് കൈകളിലേക്ക് ചുരുട്ടി പിടിച്ചു. എന്താ അങ്ങനെ നോക്കുന്നേ? അവൾ തറഞ്ഞു ചോദിച്ചു. ആദിത്യൻ ചുണ്ടിലൊരു പുഞ്ചിരിയോടെ മുന്നോട്ട് വന്ന് അവളുടെ തലയിലെ തുളസിക്കതിരിലേക്ക് കൈനീട്ടി. മേഘന പേടിച്ച് പിന്നോട്ട് മാറിയെങ്കിലും അവൻ പതുക്കെ ആ തുളസി ഇലയിൽ തൊട്ട് പറഞ്ഞു. പണ്ട് ഞാൻ തന്ന പൂവിന് പകരം നീ തന്ന തുളസിക്കതിരിന്റെ മണം ഇപ്പോഴും ഇതിനുണ്ട്. മേഘനയുടെ മുഖം തുടുത്തു. അവൾ ഒന്നും മിണ്ടാതെ വേഗത്തിൽ പുഴക്കടവിലേക്ക് നടന്നു. പുറകിലെ ആദിത്യന്റെ നോട്ടം തന്നിൽ തറഞ്ഞു നിൽക്കുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു.